പൂക്കി ചുവന്ന കരങ്ങളോടെ പൂക്കിപ്പിക്കൽ പണ്ടാറങ്ങിട്ട് കുറത്ത് ബസ് ചെയ്ത് ആളെ പറ്റിക്കണ പരിപാടി ആയിട്ട് എന്റെ പൊന്നു സതീശ മുതലാളി, നിങ്ങൾ എന്താണ് ഈ ചെക്കന്മാരെന്ന് വിചാരിച്ചിക്കണ്? പൊട്ടന്മാരാണെന്നാ? അത്രയും ചെക്കന്മാരെ പറ്റിച്ചിട്ട് വോട്ടും വാങ്ങിയിട്ട് അവസാനം മൂഞ്ചിപ്പിച്ചല്ലേ? അതൊന്നും കൂടാതെ KSRTC യാത്ര എന്റെ പൊന്നു മക്കൾ, അത് വല്ലാത്തൊരു കോമഡിയാണ് കേട്ട. മലപ്പുറം ജില്ലയിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലത്രേ. ഏതൊരു ഗ്രാമവണ്ടി ഓടുന്നുണ്ട് വട്ടംകുളം പഞ്ചായത്തിൽ കൂടെ, അതല്ലാതെ ഓർഡിനറി ബസ് ഇല്ല പോലും. കൊള്ളാം. നിങ്ങളെ വിശ്വസിച്ചെന്ന് പറയുമ്പോ ഇമാതിരി നുണ പറഞ്ഞിട്ട് ഉള്ള പെണ്ണുങ്ങളുടെ വോട്ട് മൊത്തം വാങ്ങി, അത് കഴിഞ്ഞിട്ട് ചെക്കന്മാരെ വോട്ട് മൊത്തം വാങ്ങിയില്ലേ? അവസാനം നല്ല 8ന്റെ പണിയാണ്ട് അണ്ണാക്കിലടിച്ചു കൊടുത്തു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതായത് ടൂർ പോണ സമയത്ത് ബസ്സിന്റെ ഉള്ളിൽ അങ്ങനെ മിന്നിക്കത്തുന്ന ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല 10-15 സ്പീക്കറൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അടിപൊളിയാ, അതൊരു വൈബാ, അത് കുട്ടികൾക്കുള്ളതാ. പക്ഷെ ഒരു 10, 18, 20, 21 ആ ഏജിലത്തെ എന്താ കാണിക്കുക? ആ പാവപ്പെട്ട ആളുകളുടെ വോട്ടും വാങ്ങിയിട്ട് കുട്ടികളുടെ വോട്ടൊന്നും നിങ്ങൾ വാങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അത് പറയാൻ പറ്റൂല. EVM ഒക്കെ എന്തൊക്കെ നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ കാറ് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതായിരുന്നു സീറ്റ് കവർ അല്ലേ? ഇതിന്റെ മുകളിൽ കൂടെ ഒരു പുതപ്പിടുന്നതിന് എന്തിനാണ് പുതിയൊരു നിയമം? വേണം അതിന്? പിന്നെ ഈ കാണുന്ന സാധനല്ലേ, ഈ ഗ്ലാസിന്റെ മുകളിൽ ഒരു കൂൾ ഫിലിം ഒട്ടിക്കുന്നതിന് പുതിയ നിയമം കൊണ്ടുവരണം. അതൊക്കെ ഓൾറെഡി ഹൈക്കോടതിയൊക്കെ പുറത്തുവിട്ട സാധനല്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമങ്ങളെ ഭേദഗതി വരുത്താൻ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ, മോട്ടോർ വാഹന ആക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ പൂക്ക് വരുന്ന എല്ലാരും ഇരുന്ന് പൂക്കിക്കോളി. എന്താണ് നമ്മുടെ VD സതീശൻ പൂക്കി പറഞ്ഞ സാധനങ്ങൾ എന്നല്ലേ? മോഡിഫിക്കേഷൻ വായിച്ചു തരാൻ കേട്ടാ. അനുമതി ആവശ്യമില്ലാതെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകൾ 18 എണ്ണമാണുള്ളത് കേട്ടോ. സീറ്റ് കവർ, പിന്നെ എത്രയും നാള് ഷെഡ് ഊരിട്ടാണ് അതിന്റെ മുകളിൽ ഇരുന്ന് സീറ്റ് കവറാണ് പോലും. ഫ്ലോർ മാറ്റ്, ടൈലായിരുന്നു തോന്നുന്നു കുറെ കാലമായിട്ട് ഞങ്ങൾ ഒട്ടിച്ചിരുന്ന്, ഫ്ലോർ മാറ്റിന് പകരം. കൊള്ളാം. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കവർ. അമ്മേ, എന്താണത്? മറ്റേ കവറല്ല, അത് ആരും തെറ്റിദ്ധരിക്കണ്ട. സ്റ്റെയറിംഗിന്റെ മുകളിലിടുന്ന കവർ, അതൊക്കെ മാറ്റിക്കോ, എത്ര വേണമെങ്കിലും മാറ്റിക്കോളി. വാരിക്കോരി അങ്ങ് തന്നിരിക്കുക, അങ്ങ് എടുക്കണോ? നമ്മുടെ മുരളി മുട്ടയിട്ട പോലെ വാരിക്കോരിയാണ് ഇടും, എടുത്തോളണം. കൊള്ളാം. ഇമാതിരി മറ്റെടുത്ത പരിപാടി എന്റെ പൊന്ന് സതീശ മുതലാളികൾ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ പണ്ടേ നോണേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നിവർത്തികേട് കൊണ്ടാണ് കോൺഗ്രസിന്റെ അനുഭാവികളും ലീഗിന്റെ അനുഭാവികളും മിണ്ടാൻ പറ്റാതെ അട്ടം നോക്കിയിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും ചെക്കന്മാരെ നന്നായിട്ട് പൂക്കിയിട്ടുണ്ടല്ലോ. ആ പൂക്കലിനുള്ള മറുപടി ചെക്കന്മാര് തന്നോളൂ. 5 കൊല്ലം കഴിയട്ടെട്ടാ. ഡോർ വൈസറുകൾ, ഈശ്വര, ഇനിയിപ്പോ വൈപ്പർ വെച്ചത് അധിക ഫിറ്റിംഗ് ആണെന്ന് പറയോ? ഇതിപ്പോ നിലവിൽ വണ്ടിയുടെ മുകളിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷോറൂമിൽ ഇറക്കുമ്പോ എന്താണോ അതിലുള്ളത് അതൊക്കെ നിങ്ങൾ എടുത്തോളൂന്ന്. കൊള്ളം പൂക്കിച്ചേട്ടാ, കൊള്ളാം കേട്ടാ. ഇതിപ്പോ ആകെ ഗുണം ഉണ്ടായത് കുട്ടികൾക്ക് മാത്രമാണ്. ടൂർ പോണ കുട്ടികൾക്ക് ആ ബസ്സിന്റെ ഉള്ളിൽ കുറച്ച് പാട്ട് കേൾക്കാം, കുറച്ച് ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തും അതും വെക്കാന്നുള്ളതാ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഇടക്കിടക്ക് പറഞ്ഞ സാധനമാണ്. ഈ രാത്രി കാലങ്ങളിൽ ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ മുകളിലുള്ള വെള്ള വെളിച്ചം കാരണം വലിയ അപകട. ഇവരിത് ഡിമ്മാക്കിയാലും ഇനി ബ്രൈറ്റ് ഇട്ടാലും ഓപ്പോസിറ്റ് വരുന്നവന് കണ്ണ് കാണൂല. അവന്റെ ഓപ്പോസിറ്റ് വരുന്ന വിചാരിക്കും അവന് കണ്ണ് കാണാണ്ടെന്ന്. ഒരു മാങ്ങാത്തൊലിയും കാണില്ല, ഒരു മൈൻ കാണാനില്ല, ഒരു തേങ്ങയും കാണൂല. അതൊക്കെ കാര്യമായിട്ട് പറയാണ്. രാത്രി വെള്ള വെളിച്ചം വലിയ അപകട. ഇനിയിപ്പോ അതും കൂടി ഫിറ്റ് ചെയ്യാലോ അല്ലെ? കൊള്ളാം. ബാക്കി എന്താണ്? പിന്നെ എന്താണ്? ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, അതന്നെയല്ലേ ഇപ്പൊ ബാക്കി കിടന്ന് കത്തുന്നത്? ശരി, ഇതൊക്കെ പുതിയത്. ഡാഷ് ക്യാമറ, വല്ലാത്തൊരവസ്ഥ തന്നെ. റിവേഴ്സ് ക്യാമറയാ, ഇതൊക്കെ വണ്ടി വരുമ്പോ കിട്ടുന്ന സാധനല്ലേ? ഇതൊക്കെ പാർക്കിംഗ് സെൻസർ, ഫ്രഷ്. GPS ട്രാക്കർ, എന്നൊരു ലോറിയും കൂടി ഉണ്ട് കയറ്റിയേക്കാം. ട്രാക്ടർ കൊണ്ടാറടങ്ങിട്ട്. ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ. ഇത് എന്തുണ്ടാക്കിയാണ്? അഡീഷണൽ സ്പീക്കറുകൾ ഇതൊക്കെ കാറിന്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. പൊന്നെ, തെറി പറയാൻ വയ്യാൻറ്റാ. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ. അടുത്തത് 50% സുതാര്യമായ സൺഫിലിം. അമ്മേ, അല്ലാത്ത തലവേദന പോലെ. ഇതൊക്കെ ഓൾറെഡി ഉള്ളതാണ് സതീശ മുതലാളി. ചെക്കന്മാരെ ആഗ്രഹിക്കുന്ന ഇതൊന്നുമല്ല. പിന്നെ നിറം മാറ്റാനുള്ള ഒരു സംവിധാനം നിലവിലുള്ള ഒരു കാര്യമില്ല. അത് നമ്മുടെ വണ്ടിയുടെ നിറം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഒരു അപേക്ഷ വാങ്ങണം. 10-250 രൂപയുടെ ചെലവല്ലേ ഉള്ളൂ. അതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ നിറം മാറ്റാൻ RC അത് മാറ്റിയാൽ മതി. ഇതൊന്നും പുതിയതല്ല. ഇതൊക്കെ പുതിയതാണെന്ന് പറയുന്ന ആളുകൾ എന്തുവാടേ ഇത്? RC മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് നോക്കട്ടെ. വാഹനത്തിന് നിറം മാറ്റൽ,
നിലവിലുള്ളതാണ്. എഞ്ചിൻ മാറ്റൽ നിലവിലുള്ളതാണ്. LPG CNG മാറ്റല് നിലവിലുള്ളതാണ്. കിറ്റ് വെക്കല് നിലവിലുള്ളതാണ്. ഇലക്ട്രിക് ആക്കി മാറ്റല് അത് ഞാൻ കേട്ടിട്ടില്ല, ഇനി ഉള്ളതാണോ എന്നറിയില്ല. ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കല് അത് ഉള്ളതാണ്. പിന്നെ ഷാസി ഫ്രെയിം മാറ്റല്, അതെന്താടാ ഷാഫിയുടെ ഫ്രെയിം മാറ്റല്, എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇതിനെ പൊക്കി അടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഒന്ന് ഞാൻ പൊക്കി അടിക്കും, അത് കാര്യമായിട്ടുള്ളതാ. അതാ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ബസ്സിൽ ടൂർ പോണ സമയത്ത് അതിലെ ലൈറ്റുകളും ശബ്ദവും ഒക്കെ അതൊക്കെ ആഗ്രഹിക്കുന്നതാണ് കുട്ടികൾ. അവർക്കത് കിട്ടട്ടെ, കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. വല്ലാത്തൊരു ആക്കിയ ചിരിയായി. ഇപ്പൊ ജനങ്ങൾ പൂക്കി പൂക്കി എന്ന് വിളിച്ച് ശരിക്കും പൂക്കൽ തുടങ്ങി. പോയി വീടി സതീശൻ, പോയി പോയി പോയി. സതീഷേട്ടാ, പെണ്ണുങ്ങളെ പറ്റിച്ച് ഇപ്പൊ ഇതാ പാവപ്പെട്ടം പയ്യപ്പാരി പറ്റിച്ച്. ഇനി ഒക്കെപ്പാടെ 5 കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് കുത്തും. നിങ്ങൾക്കല്ല, മാറ്റി കുത്തും. അതിനുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അടിമകളായ പല ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ തെറി വിളിച്ചോളൂ, ഒരു സങ്കടവും ഇല്ല എനിക്ക്. നിന്റെ തന്തേനും തള്ളേനും വിളിക്കണ അതേ വാക്ക് എന്നെ വിളിക്കുന്നോണ്ട് എനിക്ക് എന്ത് കുഴപ്പം. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ സുലാൻ.